കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന മലങ്കര ജലാശയത്തിന് ചുറ്റുമുള്ള മലങ്കര എസ്റ്റേറ്റ്. നമ്മളിന്ന് കാണാൻ പോകുന്ന മലങ്കര എസ്റ്റേറ്റിനുള്ളിലെ കാഴ്ചകളാണ്. തൊടുപുഴയിൽ നിന്നും 10 കിലോമീറ്റർ മാറിയുള്ള മലങ്കര ജലാശയത്തിനോട് ചേർന്ന് കിടക്കുന്ന എസ്റ്റേറ്റ്. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിൽ കുറേ ജീവിതങ്ങളുണ്ട്. ആ ഒരു ഗ്രാമത്തിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. അനൂപ് ട്രാവൽ ടൈംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു തനി നാടൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ നമ്മുടെ മലങ്കര എസ്റ്റേറ്റിന് എല്ലാവരും കേട്ടല്ലോ, ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നൊരു 8 കിലോമീറ്റർ അകലെയുള്ള ഒരു എസ്റ്റേറ്റാണ് മലങ്കര. അതായത് മലങ്കര ജലാശയത്തിന് ചുറ്റുമുള്ള വലിയൊരു എസ്റ്റേറ്റ്. അത് മലങ്കര എസ്റ്റേറ്റിൻ്റെ അകത്തുള്ള കാഴ്ചയും അതിന് പുറത്തുള്ള കൊച്ചു കൊച്ചു ചെറിയ ഗ്രാമക്കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന വെട്ടിമറ്റ എന്ന സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യയിൽ തന്നെ പാം ഓയിലിൻ്റെ സീഡ് ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് പാം ഓയിൽ സീഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വലിയൊരു ഗാർഡൻ ഇവിടെയുണ്ട്, ഒരു ഫാം ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കൂടുതലും സീഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വെട്ടിമറ്റം എന്ന വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് തന്നെ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഇവിടെ ആനക്കയം ചെന്നിട്ട് ആനക്കയത്ത് നേരെ നമ്മൾ തലയനാടൊക്കെ ചെന്നിട്ട് തലയനാടിൻ്റെ പരിസര പ്രദേശങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് നേരെ മലങ്കര എസ്റ്റേറ്റിൻ്റെ ഭാഗത്തൊക്കെ പോയിട്ട് അങ്ങനെ കുറേ ഗ്രാമങ്ങൾ ചുറ്റിയാണ് നമ്മുടെ യാത്ര. വീഡിയോ തീരുന്നവരെ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഏക്കർ കണക്കിന് എണ്ണപ്പന തോട്ടങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി വീഡിയോ എടുക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല. എന്തായാലും നിങ്ങൾ ഈ വെട്ടിമറ്റം വഴി വരുവാണെങ്കിൽ ഈ എണ്ണപ്പന തോട്ടങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇതിലൂടെ ഒരു ബസ്സൊക്കെയാണ് കേട്ടോ യാത്ര ചെയ്യാൻ വേണ്ടി. നമ്മുടെ മുന്നിൽ അങ്ങ് കാണുന്ന ആ മല കണ്ടോ, അതാണ് എലവീഴ പൂഞ്ചിറ മലനിരകൾ. അതിന് തൊട്ട് താഴെ ഒരു പൊങ്ങി നിൽക്കുന്ന മല കണ്ടോ, അതാണ് മുതിയാൻ മല. ഈ ഒരു മലയുടെ ഒക്കെ മേളിൽ നമ്മൾ കയറിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മലനിരകൾക്ക് ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ മലങ്കര എസ്റ്റേറ്റ്. നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാം. നമ്മുടെ തൊട്ട് താഴെ വടക്കനാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുളമാവ് ഡാമിൻ്റെ താഴ്വശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ആറാണത്. വെള്ളിയാമറ്റം കൂടിയൊക്കെ വരുന്നതാണ്. ഇവിടെ ഫുള്ള് കണ്ടോ റബ്ബർ തോട്ടങ്ങളാണ്. ഇങ്ങനെ മൊത്തം മറ്റേ വയറുമ്പള്ളയാട്ടോ ഇവിടെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വഴിയൊക്കെ ഒന്ന് ശരിയാക്കുവാണെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് എന്നാണ് അവിടെ എഴുതി വെച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ ആളുകൾ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ ഈ വഴിയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നു. എൻ്റെ മുന്നിൽ കാണുന്നുണ്ടല്ലോ ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ളത് നമ്മുടെ മലങ്കര ജലാശയത്തിലെ വെള്ളം ഇങ്ങനെ കയറി. ഇപ്പോൾ അത്യാവശ്യം ഈ ഒരു സമയത്ത്, അതായത് വേനൽക്കാലത്തൊക്കെ ഇങ്ങനെ വെള്ളം ഫുള്ള് നിറച്ചിട്ടേ കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വെള്ളം ഇങ്ങനെ കയറും കണ്ടോ, അടിപൊളിയല്ലേ, നല്ല രസമാണ്. ഇതാണ് വടക്കനാർ. നമ്മുടെ കുളമാവ് ഡാമിൻ്റെ താഴ്വശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ആറാണ്. നമ്മുടെ വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് വഴിയാണ് ഇത് വരുന്നത് കേട്ടോ. ഈ ഒരു ഏരിയ വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്താണെന്ന് തോന്നുന്നു, അതേ കുടയത്തൂർ ഗ്രാമപഞ്ചായത്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും കൊള്ളാം, അടിപൊളി സ്ഥലമാണ്. ഇവിടെ അതേ 2 ചെറു വള്ളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഇതൊരു എൻ്റയർലി ഒരു ഫ്രെയിമാണ്. നമ്മുടെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ നല്ലൊരു രസം, അതുപോലെ നല്ല രസമുള്ള സ്ഥലം കേട്ടോ. എവിടെ നോക്കിയാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിമുകളാണ് കണ്ടോ. ഇതിങ്ങനെ അപ്പുറം വലിയ തോട്ടങ്ങളാട്ടോ. ഇതിങ്ങനെ വന്ന് കണക്ട് ചെയ്ത് ആ ഒരു ഭാഗത്ത് നമ്മൾ പോകുന്ന മലങ്കര എസ്റ്റേറ്റ് വരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകാം. എന്നാലും അതിന് മുമ്പുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇവിടെ വന്നാൽ എന്തായാലും നിങ്ങൾക്ക് സുഖമാണ്. നീന്തൽ അറിയാവുന്നവർക്ക് വേണമെങ്കിലൊക്കെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അത്യാവശ്യം ഒഴുക്കില്ല, ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും, അങ്ങനെ നീണ്ട് കിടക്കുവാണ്. നമ്മൾ വന്ന വഴി ഇതാട്ടോ. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിലൊന്നും ഈ ഒരു സ്ഥലമൊന്നും കാണിച്ചില്ല കേട്ടോ. എന്തായാലും നമുക്കിതിൻ്റെ ആകാശക്കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നും കേട്ടോ. അങ്ങനെ മനോഹരമായിട്ടുള്ള കുറേ നല്ല സ്ഥലങ്ങളുണ്ട് നമ്മുടെ തൊടുപുഴയിൽ അടുത്തായിട്ട്. ഇത് തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറിയാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് എത്താൻ പറ്റും. എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടു വന്നാൽ ഇതുപോലുള്ള ഗ്രാമങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗ്രാമത്തിലൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ നല്ലൊരു സ്ഥലങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാം. അതിലോട്ട് ഒന്ന് ആ നാടിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചാൽ കേട്ടോ. നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇടുക്കിയിൽ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള 5 ഗ്രാമങ്ങളെടുത്താൽ അതിലൊന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കുടയത്തൂർ, കോളപ്പുറ, ആനക്കയം ഭാഗമൊക്കെ. കാരണം അത്രമേൽ സുന്ദരമാണ് ഓരോ ഫ്രെയിമും. തൊടുപുഴ പുളിയമല വഴിയല്ലാതെ തന്നെ നമുക്ക് ഈ വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിൻ്റെ ഉള്ളിൽ കൂടി നളിയാനി കൂടിയൊക്കെ നമുക്ക് ഇടുക്കിക്ക് പോകാവുന്ന വഴികളൊക്കെയുണ്ട്. നല്ല രസമുള്ള ഗ്രാമങ്ങളാണ്. അതൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കേണ്ട വീഡിയോസ്.
ഈ വീഡിയോ കാണുന്നത് പുതിയ പ്രേക്ഷകരാണെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരുപാട് ഇടുക്കി ജില്ലയിലെ ഗ്രാമങ്ങൾ കാണാൻ പറ്റും. മലയാള സിനിമയുടെ ഒരു ഭാഗ്യ ലൊക്കേഷൻ കൂടിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങൾ. ദൃശ്യം, ആടുട്യൂബ്, രസതന്ത്രം, അങ്ങനെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് മലയാള ചിത്രങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള എത്ര കണ്ടാലും മതി വരാത്ത ഫ്രെയിമുകളാണ്. നല്ല രസമുള്ള സുന്ദരമായിട്ടുള്ള മലകളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു താമരപ്പൂ അടുക്കി വെച്ച പോലെയുള്ള മലനിരകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒരു മലങ്കര എസ്റ്റേറ്റിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാട്ടോ. അതാണ് നമ്മൾ ഈ ഒരു വഴി കൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ തൊട്ട് മുകളിലുണ്ടോ തലയൂർന്ന് നിൽക്കുന്ന മുതിയാൻമല ഉണ്ടോ, ഈ മലയുടെ ഒക്കെ മുകളിൽ കയറിയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുവാണെങ്കിൽ ഈ ഗ്രാമങ്ങളൊക്കെ കാണുവാൻ വേണ്ടി ശ്രമിക്കുക. ഗ്രാമത്തിൻ്റെ യാത്രകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലിൽ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ആനക്കയം പാലത്തിൻ്റെ അവിടെ എത്തി. ഇവിടെ എത്ര പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വന്നാലും നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നാത്ത ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഏരിയ കേട്ടോ. നല്ല ഒരു ആംബിയൻസ് ആണ്. ഇനി നമുക്ക് ജയസൂര്യയുടെ തൃശ്ശൂർ പൂരം എന്ന സിനിമയ്ക്കകത്തുള്ള 1-2 സീനുകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നത് വലത്തേക്കാണ്. വലത്തേക്ക് പോയാൽ നമുക്ക് മലങ്കര എസ്റ്റേറ്റിലെത്താം. ഇത് ചെറിയൊരു ആനക്കയം ചെറിയൊരു കൊച്ചു ഗ്രാമം കേട്ടോ. ഇങ്ങോട്ടൊരു ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പാണ് ഈ ഒരു ഏരിയ. വളരെ വിജനമായിട്ടുള്ള വഴിയാട്ടത്. 2 സൈഡിൽ ഇല്ലിയാണ്, ഇല്ലി. മലങ്കര എസ്റ്റേറ്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മഞ്ഞപ്ര അല്ലെങ്കിൽ തലേനാട് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകണം. ഇത് ഫുള്ളൊരു റബ്ബർ തോട്ടം കേട്ടോ. കണ്ടോ, വലിയ തോട്ടമാണേ. നല്ല രസമല്ലേ ഇവിടെ തോട്ടങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ. വലിയ കയറ്റാണോ, അത്യാവശ്യം നല്ല രീതിയിലുള്ള കയറ്റമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സിനിമയുടെ ഷൂട്ടിങ് ലൊക്കേഷനൊക്കെ ആക്കാട്ടത്. അത്രത്തോളം ഭംഗിയാണ്. നമ്മൾ പുറമേ നോക്കുമ്പോഴല്ല കേട്ടോ. നമ്മൾ ഈ ഒരു ഇത് ചെറിയൊരു മലയുടെ മുകളിലോട്ട് നമ്മൾ കയറി കേട്ടോ. ഇനി താഴത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ മലങ്കര ജലാശയത്തിലെ വെള്ളം ഇങ്ങനെ കിടക്കാണ് നമ്മുടെ കൂടെ കോളപ്പുറ ഭാഗത്തുള്ള. കണ്ടോ, ഇപ്പം ഞാൻ വന്നത് അപ്പുറത്ത് കാണുന്ന ആ മലയിൽ നിന്ന് കേട്ടോ. ആ മലയുടെ അടിവാരത്തിൽ നിന്നാണ് ഞാൻ വന്നത്. കണ്ടോ, നമ്മൾ ആ ഒരു ജലാശയമൊക്കെ ക്രോസ് ചെയ്ത് ഇപ്പോൾ എത്തിയേക്കുന്നത് കണ്ടോ. ഇതിൻ്റെ എൻ്റെ പുറകിൽ കാണുന്ന ആ ഒരു ഏരിയയാണ് നമ്മുടെ മലങ്കര എസ്റ്റേറ്റിലോട്ട് പോകുന്ന വഴി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങൾ കൂടി കണ്ടിട്ട് വേണ്ടേ അങ്ങോട്ട് പോകാൻ വേണ്ടി. എന്തായാലും കൊള്ളാട്ടോ. ഇതൊക്കെ ശരിക്കും ഒരു സായാഹ്നങ്ങൾ അല്ലെങ്കിൽ രാവിലെയൊക്കെ വരുവാണെങ്കിൽ നല്ല രസമുണ്ടോ ഈ ഒരു ഏരിയ. ഇതിങ്ങനെ ഇങ്ങനെ നോക്കത്താ ഏക്കർ കണക്കിന് നമ്മുടെ പൈനാപ്പിൾ കൃഷി കേട്ടോ ചെയ്തേക്കുന്നത് മൊത്തം. വെയിലടിക്കാതിരിക്കാൻ വേണ്ടി കണ്ടോ ഫുള്ളിങ്ങനെ നെറ്റ് വലിച്ചിട്ടേക്കും കേട്ടോ. അങ്ങനെ കൃഷി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് മൊത്തം. ഉണ്ടോ, ഓപ്പോസിറ്റ് മലയിലൊക്കെ പൈനാപ്പിൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും റബ്ബർ തോട്ടം ആയതുകൊണ്ട് ഇതൊക്കെ റബ്ബറൊക്കെ വെട്ടി മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ ഫുള്ള് പൈനാപ്പിൾ തോട്ടങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലമൊക്കെ മേടിക്കാനെങ്കിൽ ഇവിടെ കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഏരിയ വേണമെങ്കിൽ മേടിക്കാട്ടോ. നല്ല സ്ഥലമാണ്. ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഗ്രാമത്തിൻ്റെ ഭംഗി നിങ്ങൾക്ക് ഈ ഒരു ഏരിയ വരുമ്പോൾ മനസ്സിലാവും. എൻ്റെ മുമ്പിൽ ഇങ്ങനെ നമ്മുടെ ബോബി എന്ന ചേട്ടനാണ്. ചേട്ടൻ്റെ വീടാട്ടോ ഈ കാണണേ മേളിലായിട്ട്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ വീട്? ഒരു മലയ്ക്ക് മേളല്ലേ, നല്ല രസം കേട്ടോ. ഇത് എത്ര ജനിച്ച ഇവിടെ തന്നെയാണോ? അതെല്ലേ. നമ്മുടെ കൊടയത്തൂർ അല്ല നമ്മുടെ എന്നാ പറയുക ഇലവീഴ പൂഞ്ചിറ മലനിരകളും നമ്മുടെ അപ്പുറത്തുള്ള മുതിയാമല ചെപ്പോളമല എല്ലാം കാണാം. ലൊക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നല്ല വെയിലായിരുന്നു. ഇപ്പോൾ വെയിലില്ലാത്തൊരു സമയത്ത് വന്നിട്ട് നിങ്ങളെ ചെറിയൊരു ഷോർട്ടായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. നല്ല രസമുള്ളൊരു സമയമുണ്ട്. ആ സമയത്ത് കണ്ടാൽ നല്ല രസമായിരിക്കും കേട്ടോ. കാരണം ഇങ്ങനെ നല്ല ചുറ്റും ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ വീടിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുന്നിൽ മീൻകുളമൊക്കെ ഉണ്ടല്ലേ. ഇവിടെ വെള്ളം നനയ്ക്കാൻ വേണ്ടിയുള്ള കുളമല്ലേ. ഓക്കെ. വെള്ളത്തിന് ഇവിടെ അല്ലാതെ കിണറൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ, വെള്ളം ഉണ്ടല്ലേ. ഓക്കെ. തോട്ടാണ്. അപ്പോൾ ഈ റബ്ബർ വെട്ടി പാലെടുക്കാൻ എങ്ങനെയാണ് ഇവിടുത്തെ റബ്ബർ വെട്ടുകാരുടെ ജീവിതമൊക്കെ നമ്മൾ ഒരു ദിവസം വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. നല്ല രസമുള്ള സ്ഥലമല്ലേ ഈ മലങ്കര എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ. നമ്മൾ ഇതുപോലുള്ള റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിലൂടെ നമ്മൾ വനത്തിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അതേ ഒരു ഫീല് ഈ ഒരു റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്ഥലം. അത്ര വൈബാണ് ഈ സ്ഥലം. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ വലതുഭാഗത്ത് കാണുന്ന തലേനാട് പള്ളി കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള പള്ളിയാണ്. നല്ല രസമാണ് ഒരു കുന്നിൻ മുകളിലിരിക്കുന്നത് കാണാൻ വേണ്ടി.
ഇത് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഒരു വാട്ടർ ടാങ്കൊക്കെ ഇവിടെ ഉണ്ടോ. ഇവിടെയുള്ള സ്ഥലങ്ങളോടൊക്കെ വെള്ളമൊക്കെ എത്തിക്കുന്ന ഈ ഒരു വാട്ടർ ടാങ്കിൽ നിന്നാണോ കണ്ടോ. ഇങ്ങനെ ഫിൽട്രേഷൻ നടക്കുന്ന സമയമാണ്. ഈ ഒരു ഏരിയ തലയനാട് കേട്ടോ. തലയനാട് കണ്ടോ, ഒരു ലൂർദ് മാത ചർച്ച് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇത് മലങ്കര അങ്ങോട്ട് പോകാം, മലങ്കര എസ്റ്റേറ്റിലോട്ട്. പക്ഷേ ആ വഴി പകുതി വരെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കോളപ്പുറ കൂടി അങ്ങനെ കറങ്ങിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ തലയനാട് നേരെ കോളപ്പുറ പാലം കൂടിയിട്ട് മുട്ടത്തി എന്നിട്ടാണ് നമ്മളിനി മലങ്കര എസ്റ്റേറ്റിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ മുന്നിൽ കാണുന്ന കോളപ്പുറ പാലമാണ്. എത്ര മനോഹരമല്ലേ. തൊട്ട് മുന്നിൽ എല്ലുവേഴ പൂഞ്ചിറ മലനിരകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ മലങ്കര ഡാമൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇടത് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മലങ്കര റബ്ബർ ഫാക്ടറി. ഇതേ നമ്മുടെ തൊട്ട് മുന്നിൽ കാണുന്നതാണ് റബ്ബർ ഫാക്ടറി. അപ്പോൾ നമ്മളിതേ മലങ്കര എസ്റ്റേറ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുന്നു കേട്ടോ. രണ്ട് ഭാഗത്തായിട്ട് എസ്റ്റേറ്റ്. കറക്റ്റ് പറയുവാണെങ്കിൽ ഒന്ന് ഡാമിനോട് ചേർന്നും പിന്നെ ഒന്ന് ഡാം കഴിഞ്ഞ് നമ്മുടെ റബ്ബർ ഫാക്ടറി കഴിഞ്ഞ് മുകളിലോട്ട് പോകണം. കരിങ്കുന്നം പോണ ആ വഴിക്ക് അതിൻ്റെ ഉള്ളിലായിട്ടാണ്. അപ്പോൾ ഇതുണ്ടോ നമ്മുടെ തൊട്ട് മുന്നിലെ തൊടുപുഴയാറ്, അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ട് ആ ഒരു എസ്റ്റേറ്റ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വേറെ എസ്റ്റേറ്റ്. മലങ്കര ജലാശയത്തോട് അല്ല മലങ്കര എസ്റ്റേറ്റിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം തന്നെയാണ് ഈ കനാൽ കണ്ടോ. ഈ കനാലിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളമാണ് കേട്ടോ. ഒരിക്കലും ഈ കനാലിലെടുത്ത് ചാടരുത്. ഇപ്പോൾ വേനൽക്കാലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വരുന്നൊരു കനാലാണ്. നമ്മൾ കണ്ടോ ഈ കനാലിൻ്റെ അരികട ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകട്ടെ. നല്ല രസമാണ് ഈ ഒരു സ്ഥലത്തോടെയൊക്കെ യാത്ര ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ തൊടുപുഴയുടെ കുറച്ച് ഉള്ളിലോട്ട് കയറിയുള്ള സ്ഥലങ്ങളാണ്. തൊടുപുഴയിൽ നിന്ന് കൃത്യം ഒരു 8 കിലോമീറ്റർ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ളൊരു നടപ്പുഴയാണ്. നമ്മൾ അരുവിക്കുത്തിന് പോകണമെങ്കിലാണ് നേരെ ഈ വഴി പോയാൽ മതി കേട്ടോ. കൊള്ളാം. ഇവിടെ ഈ കനാലിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ കടവുകളൊക്കെ കേട്ടോ നമുക്ക് കുളിക്കാനൊക്കെ ഉള്ളത്. നല്ലതായിട്ട് നീന്തൽ അറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ കനാലിൽ നമുക്ക് ഇറങ്ങാവുള്ളൂ. കാരണം വെച്ചാൽ നല്ല രീതിയിൽ മലങ്കര ജലാശയത്തിന് വെള്ളം വരുന്നതാണ്. കൃഷി ആവശ്യങ്ങൾക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കും എല്ലാം വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന കനാലാണിത്. കണ്ടോ പൊളി വൈബല്ലേ, അടിപൊളിയല്ലേ. നമ്മൾ ഈ അടിപൊളി എന്നുള്ള വാക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ കാര്യം നമ്മുടെ പുതിയ തലമുറയൊക്കെ കൂടുതലായിട്ട് പല വാക്കുകളും റോങ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. കാലാനുസൃതമായ മാറ്റങ്ങൾ ഭാഷയിൽ എപ്പോഴാണ് വരില്ലേ അല്ലേ. അടിപൊളി എന്നുള്ള ഒരു വാക്ക് നമുക്ക് ഗംഭീരമെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. കുറച്ചുകൂടെ നല്ലൊരു മലയാള ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുകയാണെങ്കിൽ. അപ്പോൾ പിന്നെ എന്നാ പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടാവും. വീഡിയോ കാണുന്ന കുറച്ച് പ്രേക്ഷകരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻസാണ് കൂടുതൽ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ഈ നടക്കുന്ന ട്രാവലും മറ്റുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെൻസ് ഉള്ളതാണ്. ഞാൻ ഏകദേശം ഒരു 3 വർഷമായി ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് ഇത് യാത്ര ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരിക്കലും എന്നാ പറഞ്ഞേ നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസ എടുത്തിട്ടാണ് സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഉള്ള ഒരു എമൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പ്രൊമോഷൻസ് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യും. ഞാനൊരു പ്രൊമോഷൻസ് മാത്രമായിട്ട് ചെയ്യാറില്ല. ഞാൻ കൂടുതലും ആ ഗ്രാമഭംഗി ഒരു ഹോട്ടലാണെങ്കിലും ഒരു റിസോർട്ടാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള താമസിക്കാനുള്ള നല്ല സൗകര്യമുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളും എല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പരമാവധി നിങ്ങൾ ബോറടിപ്പിക്കാത്ത രീതിയിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. പിന്നെ ഇതെല്ലാം എക്സ്പെൻസ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഒരു ബിസിനസ് മൈൻഡിൽ നമ്മളെല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് പറഞ്ഞാൽ വലിയൊരു ബിസിനസ് അല്ല. പക്ഷേ എന്നാലും നമുക്ക് ജീവിക്കാനും മുന്നോട്ട് പോകാനൊക്കെ നമുക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടല്ലേ. ഇല്ല ഒരിക്കലും പറ്റില്ല. അപ്പോൾ അത് കാണുന്ന പ്രേക്ഷകർ കൂടി അത് മനസ്സിലാക്കുക. നമ്മുടെ ചാനലിൽ വരുന്ന ഓരോ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചാനലിൽ മുന്നോട്ട് പോകാനുള്ള ഒരു വരുമാന മാർഗ്ഗം. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ കാണുന്നവരതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളോട് സഹകരിക്കുകയാണെങ്കിൽ വളരെ നന്ദിയുണ്ട്. അത് മാത്രമേ ഉള്ളൂ എനിക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ. ഈ മലങ്കര എസ്റ്റേറ്റ് എത്ര ഹെക്ടറാണെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കൊണ്ട് കിലോമീറ്ററോളം ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു എസ്റ്റേറ്റാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഒരു അരുവിക്കുത്ത് വെള്ളച്ചാട്ടം. ഇത് വർഷകാലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വരുന്നതാണ്. വളരെ അപകടം നിറഞ്ഞിട്ടൊരു വെള്ളച്ചാട്ടമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ പോയി 2 കുട്ടികളൊക്കെ മരിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ പോകുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് വേണം പോകാൻ കേട്ടോ. ഇപ്പോൾ തീരെ വെള്ളമില്ലാത്ത സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അടുത്തോട്ട് പോകാത്തത്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ മലങ്കര എസ്റ്റേറ്റിലൊരു ഭാഗമായിട്ടത്. ഇതിൻ്റെ അപ്പുറം വശമുണ്ട് ഇപ്പുറം വശമുണ്ട്. ഇതെങ്ങനെ കിലോമീറ്ററോളം കിടക്കും. കണ്ടോ ഇത് ഒരു 2-3 വർഷം മുമ്പ് ഞാൻ ഇതിൻ്റെ അകത്തൊരു സൈക്കിൾ ഒരു റേസിൻ്റെ അകത്ത് നടന്നിരുന്നു കേട്ടോ. അപ്പം ഇതുണ്ടോ ഇതുപോലെയുള്ള കുറേ ലയങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ അന്ന് പോയത് ഈ വഴി കേട്ടോ. ഇതൊരു വലിയൊരു ഓഫ് റോഡാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി അങ്ങ് പോകാം കേട്ടോ. കണ്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു
എസ്റ്റേറ്റ് ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഒരുപാട് ജീവിതങ്ങളുണ്ട് കേട്ടോ. ഈ ജീവിതങ്ങൾക്ക് ഒരുപാട് കഥകളുണ്ട് പറയാൻ വേണ്ടി. ശരിക്കും നമ്മൾ അറിയത്തില്ലാത്തൊരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയാണ്ടല്ലോ കുഴപ്പമെന്ന് വെച്ചാൽ പല വഴികളുണ്ട്. കുറേ അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ വഴിയെ നമുക്ക് മനസ്സിലാവാതെ പോകും കേട്ടോ. കാരണം അത്രമാത്രം ഉള്ളിലോട്ട് കയറി എത്ര ഏക്കറാന്ന് പോലും അല്ല എത്ര ഹെക്ടർ സ്ഥലമാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രം ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് വിക്കിപീഡിയയിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അതിനകത്ത് നോക്കിയിട്ട് പറയുന്നതായിരിക്കും. നമ്മളല്ലാതെ ഇവിടെയുള്ള ഒരാളെ പോലും കണ്ടില്ലല്ലോ, നല്ല ചോദിക്കായിരുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്നുണ്ടല്ലോ ഒരു 4 കൂടുള്ള ഒരു ജംഗ്ഷനാട്ടോ. അപ്പം ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ കണ്ടോ ഇതുപോലുള്ള വഴികളാണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു സ്പോട്ട് വെക്കണം. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകണേന്ന് നമുക്കൊരു ഊഹം ഉണ്ടാവില്ല. കാരണം അത്രമാത്രം വഴികൾ ഈ ഒരു ഏരിയയിലുണ്ട് കേട്ടോ. അങ്ങനെയാണ്. നോക്കത്താ ദൂരത്തോളം റബ്ബർ മാത്രം ഒന്ന് ആലോചിച്ച് നോക്കി. റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിലൂടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടും കാടിനകത്ത് പെട്ട പോലുള്ള അവസ്ഥയായിരിക്കും ഇങ്ങനെയുള്ള റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിൽ പെട്ടാൽ. പിന്നെ ഈ റബ്ബർ തോട്ടങ്ങൾ അകത്തുണ്ടല്ലോ ഈ പണ്ടത്തെ കന്നുകാലികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഈ എസ്റ്റേറ്റിനുള്ളിൽ ജീവിക്കുന്ന കന്നുകാലികളൊക്കെ ഉണ്ട്. അവരിങ്ങനെ പെറ്റി വരികി ഇങ്ങനെ നടക്കും. ശരിക്കും നമ്മൾ കാട്ടാനകളൊക്കെ നടക്കും പോലെ കാട്ട് കന്നാലികൾ ഇങ്ങനെ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നടക്കും കേട്ടോ. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നല്ല മഴക്കാലത്ത് വന്നാൽ നിങ്ങളെ കൊതുക് ശരിക്കും പറഞ്ഞാൽ എടുത്തുകൊണ്ട് മേളിക്കടെ പോവും. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഈ മലങ്കര എസ്റ്റേറ്റിനുള്ളിലുള്ള ആൽപ്പാറ പാർവതി ദേവിയുടെ ക്ഷേത്രത്തിലെത്തി. ഈ ഒരു എസ്റ്റേറ്റിൽ ജീവിച്ചു പോകുന്ന ആൾക്കാർ ആരാധിക്കുന്നൊരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ചെറിയൊരു ക്ഷേത്രമാണ്, പക്ഷേ നല്ലൊരു ആംബിയൻസിലാണ് ഇത് ഇരിക്കുന്നത്. ആ കാണാം കേട്ടോ ക്ഷേത്രം. നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ഇങ്ങനെ റബ്ബർ തോട്ടങ്ങൾക്ക് ഉള്ളിൽ നിങ്ങൾ കണ്ടില്ലേ, വിജനമായ ഏരിയ ആയിട്ട് ഒരു മനുഷ്യനില്ല. 1-2 വീടുകളൊക്കെ അവിടെ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഏരിയയൊക്കെ നമ്മൾ വന്നേക്കണേ. എന്തായാലും കൊള്ളാം, അടിപൊളി കിടിലൻ ഒരു ആംബിയൻസ് ആട്ടോ. അപ്പം അടുത്ത മാസം മാർച്ച് മാസം 1, 2, 3 തീയതികളാണ് ഇവിടുത്തെ ഉത്സവം. അപ്പോൾ നിങ്ങൾ ആ ഒരു മലങ്കര ഭാഗത്തൊക്കെ വരുമ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ അമ്പലത്തിലൊക്കെ വരിക, ഇവിടെയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇത് പാർവതി ദേവിയുടെ ക്ഷേത്രമാണ്. ഈ പാറയുടെ തൊട്ടടുത്ത് തന്നെയാണ് ആലുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ചിലപ്പോൾ ആൽപ്പാറ എന്ന് പേര് വന്നേക്കണം കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയുള്ള മലങ്കര ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കുറേ ആളുകൾ ഇങ്ങനെ താമസിക്കുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തൊടുപുഴ ടൗണിനോട് വളരെ അടുത്താണ്. പക്ഷേ അവർക്ക് ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, റബ്ബറൊക്കെ വെട്ടി ഇപ്പോൾ റബ്ബർ എനിക്ക് വെട്ടൽ നിർത്തിയേക്കുന്ന സമയം ഈ ഒരു നല്ല ചൂടാവുന്ന സമയത്ത് റബ്ബർ പാലൊക്കെ കുറയുന്ന സമയം കേട്ടോ. അപ്പോൾ അന്നേരമൊക്കെ അവർ മറ്റുള്ള പണികൾക്കായിരിക്കും മിക്കവാറും പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവർ ഇവിടെ ഈ ഒരു എസ്റ്റേറ്റിനുള്ളിൽ താമസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇവിടെ കൊണ്ട് തീരുവാണ്. മലങ്കര എസ്റ്റേറ്റിൻ്റെ കാഴ്ച എന്ന് പറയുമ്പം അങ്ങനെ ഇതുപോലെ തന്നെ എസ്റ്റേറ്റ് ഗ്രാമങ്ങൾ ഒരുപാടുണ്ട്. അപ്പുറത്തോട്ട് ഈ ഒരു മലങ്കര ഡാമിൻ്റെ അപ്പുറത്തോട്ടുണ്ട്. അത് ഇതുപോലെ തന്നെയുള്ള സ്ഥലങ്ങളാട്ടോ. നമുക്ക് എല്ലായിടത്തും സെയിം ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ ഇവിടെയുള്ള ആളുകളെ ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടില്ല. അല്ല അവരോടൊക്കെ ചോദിക്കായിരുന്നു. അധികം ആൾക്കാരൊന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. എല്ലാവരും പണിക്കൊക്കെ പോയിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ രാത്രിയൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ. എന്തായാലും ഇതുപോലെയുള്ള നല്ല നല്ല ഒരുപാട് ഗ്രാമങ്ങൾ നമ്മുടെ ഇടുക്കി ജില്ലയിലുണ്ട്. അതൊക്കെ നിങ്ങളുടെ മുമ്പിലോട്ട് മാക്സിമം ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ നിങ്ങളുടെ നാട്ടിലും ഇതുപോലെയുള്ള എസ്റ്റേറ്റുകളും നല്ല ഗ്രാമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നല്ല ഗ്രാമമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. അതിൽ 6238762302 എന്ന നമ്പറിലേക്ക് ഫോട്ടോ അയച്ചാൽ തീർച്ചയായിട്ടും നല്ല ഗ്രാമമാണെങ്കിൽ നമ്മളൊന്ന് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാൻ വേണ്ടി ആരും മറക്കേണ്ട. അപ്പോൾ മറ്റൊരു നാട്ടിലെ നല്ലൊരു കാഴ്ചയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.